ആസൂത്രണ ബോർഡ് ചീഫ് തസ്തികയിലെ പരീക്ഷാ ക്രമക്കേടിൽ മൂല്യനിർണ്ണയം നടത്തിയ അധ്യാപകരുടെ വിവരങ്ങൾ ക്രൈംബ്രാഞ്ചിന് കൈമാറി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. അന്വേഷണ സംഘം വീണ്ടും കത്ത് നൽകിയതോടെയാണ് PSC മുൻ തീരുമാനത്തിൽ മാറ്റം വരുത്തിയത്. ചീഫ് തസ്തികയിലെത്തിയ CPM അനുകൂല സർവീസ് സംഘടനാ നേതാവ് അരുണിനെ SIT ഉടൻ ചോദ്യം ചെയ്തു. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, PSC പരീക്ഷയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം അത് വലിയ പുരോഗതിയിലേക്ക് നീങ്ങുന്നു. കാരണം നിർണായകമായ വിവരങ്ങൾ ആദ്യം നൽകാനാവില്ല എന്നൊരു ബലം പിടുത്തമൊക്കെ PSC നടത്തി. പക്ഷേ ഇപ്പോൾ അവസാനം നിർണായകമായ ചില രേഖകൾ, വിവരങ്ങളൊക്കെ തന്നെ അന്വേഷണ സംഘത്തിന് PSC കൈമാറിയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി അന്വേഷണം ഏത് രീതിയിലേക്ക് മുന്നേറുമെന്നാണ് കരുതാൻ കഴിയുന്നത്? പ്രശാന്ത്. വിനോദ, തുടക്കത്തിൽ PSCയുടെ നിലപാട് ഇത്തരത്തിൽ രേഖകളൊന്നും നൽകാൻ കഴിയില്ല എന്നായിരുന്നു നിലപാട്. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട കത്ത് അന്വേഷണ സംഘം നൽകിയെങ്കിൽ പോലും രേഖകൾ നൽകുന്നതിനൊരു വിസമ്മതിക്കുന്ന ഒരു നിലപാടായിരുന്നു PSC സ്വീകരിച്ചത്, PSCയുടെ ഭാഗത്തുണ്ടായത്. തുടർന്നാണ് ഇത്തരത്തിൽ രേഖകൾ നൽകാത്ത പക്ഷം അന്വേഷണത്തിന് പുരോഗതി ഉണ്ടാകത്തില്ല, അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മറ്റ് അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ വീണ്ടും ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ രംഗത്ത് വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട കത്തുകൾ PSCക്ക് നൽകുകയും കൂടി ചെയ്തു. ഇതോടുകൂടിയാണ് PSC നിലപാട് മയപ്പെടുത്താൻ തീരുമാനിക്കുകയും പേരുവിവരങ്ങൾ അടങ്ങിയ രേഖകൾ, മൊബൈൽ നമ്പർ, അതോടൊപ്പം തന്നെ മറ്റു വിവരങ്ങളെല്ലാം അടങ്ങിയ രേഖകളെല്ലാം ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് നൽകുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. എന്തായാലും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ളൊരു ക്രമക്കേടാണ് PSCയിൽ നടന്നത്. അതായത് സ്വജനപക്ഷപാതം നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അധികാരത്തിൻ്റെ മറവിലാണ് അന്യായമായിട്ടുള്ള നിയമനങ്ങളടക്കം നടത്തുന്ന നിലയിലേക്കൊക്കെ PSCയിൽ എത്തിയത്. ഇത് പിന്നീടാണ്, അതായത് അർഹരായ ഉദ്യോഗാർത്ഥികൾ ഉണ്ടായിട്ട് പോലും അവരെ തള്ളിക്കളഞ്ഞുകൊണ്ട് അനർഹർക്ക് ഇടം പിടിക്കുന്ന നിലയിലേക്ക് എത്തുന്നു. അതുമായി ബന്ധപ്പെട്ട പരീക്ഷാ മാർക്ക് അടക്കം തിരുത്തുന്ന നിലയിലേക്കൊക്കെ എത്തുന്നു. അത്തരത്തിൽ ഇത്തരം നിലപാടുകൾ സ്വീകരിച്ചതോടുകൂടി തന്നെയാണ് ഉദ്യോഗാർത്ഥികൾ രംഗത്തെത്തുകയും ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകുകയും ചെയ്തത്. തുടർന്നാണ് ഇത്തരത്തിൽ ക്രൈംബ്രാഞ്ചിൻ്റെ ഭാഗത്തൊരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചുകൊണ്ട് അന്വേഷണം നടത്തുന്നത്. എന്തായാലും അതിൻ്റെ അന്വേഷണത്തിൻ്റെ പുരോഗതി മേൽക്കുമേൽ തുടർന്ന് വന്നിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇത്തരത്തിൽ തുടക്കഘട്ടത്തിൽ PSCയുടെ ഭാഗത്ത് നിന്ന് ഈ രേഖകളൊന്നും നൽകാൻ കഴിയില്ല എന്നൊരു നിലപാട് സ്വീകരിക്കുന്നത്. അതിന് പിന്നാലെയാണ് ഈ ക്രൈംബ്രാഞ്ച് സംഘം വീണ്ടും രംഗത്തെത്തുകയും രേഖകൾ കൃത്യമായി സമർപ്പിച്ചെങ്കിൽ മാത്രമേ അന്വേഷണ പുരോഗതി ഉണ്ടാകൂ എന്നടക്കമുള്ള കാര്യങ്ങൾ അതുമായി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് 3 അംഗങ്ങൾ, PSCയിലെ 3 അംഗങ്ങൾ നിരീക്ഷണത്തിലാണ്, ക്രൈംബ്രാഞ്ചിൻ്റെ നിരീക്ഷണത്തിലാണ്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് PSC ചെയർമാനടക്കം ഇതുമായി ബന്ധപ്പെട്ട് PSC ചെയർമാനടക്കം ഇതുമായി ബന്ധപ്പെട്ട സംശയത്തിൻ്റെ നിഴലിലാണ്. PSC ചെയർമാന് ഈ കേസുമായി ബന്ധപ്പെട്ട്, അതായത് ഈ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ബന്ധമുണ്ടെന്ന തരത്തിലുള്ള തെളിവുകളും ക്രൈംബ്രാഞ്ച് സംഘത്തിന് ലഭിച്ചിരുന്നു. കാരണം അഭിമുഖം നടത്തിയ ആ സംഘത്തിൽ PSC ചെയർമാൻ അടക്കമുള്ള 3 പേർ ഉൾപ്പെടെ 4 പേരുണ്ടായിരുന്നു. എന്നാൽ ഈ രാഷ്ട്രീയ നിയമനം എന്ന നിലയിലേക്കൊക്കെയാണ് ഇത് കടന്നുപോയത്. അതായത് ഒരു ഇടത് അനുകൂല സർവീസ് സംഘടനയിലെ ഉദ്യോഗാർത്ഥിക്കാണ് നിയമനം നൽകിയത്. അതുമായി ബന്ധപ്പെട്ട മാർക്കടക്കം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് വ്യക്തമാണ്. PSC പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണമാണ് കൃത്യമായി മുന്നോട്ട് പോകുന്നത്. PSC കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ അന്വേഷണ സംഘത്തിന് കൈമാറിയിരിക്കുന്നു. ഇക്കാര്യത്തിൽ തുടർ നടപടികൾ ഉണ്ടാകും. ഇടത് സംഘടനാ നേതാവിനെ വിജയിപ്പിക്കാനുള്ള ശ്രമമാണ് PSCയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ള ശക്തമായ തെളിവുകളാണ് ഓരോ ഘട്ടങ്ങളിലായി പുറത്തു വരുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലത്ത്.